പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവ് ആത്മാവാണ്. അപ്പോൾ പിതാവിനെ വർഷിപ്പ് ചെയ്യുന്നവര് സ്പിരിറ്റിലും സത്യത്തിലും വർഷിപ്പ് ചെയ്യണം എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സത്യം വേണം ഉള്ളിൻ്റെ ഉള്ളിൽ. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തോന്നുന്ന രീതിയിലൊരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പ്യൂരിറ്റിയോടുകൂടി തന്നെ സത്യം അറിഞ്ഞുകൊണ്ട്, നമ്മൾ ആരാണ് യേശുക്രിസ്തുവിൽ നിന്ന് അറിഞ്ഞുകൊണ്ട്, സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ പ്യൂരിറ്റിയോടുകൂടി തന്നെ അങ്ങനെ തന്നെ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക അല്ലെ. വർഷിപ്പ് എന്ന് പറയുമ്പോൾ വെറുതെ വാഗൊണ്ട് 4-5 പാട്ട് പാടുന്ന പോലെയല്ല, അല്ലെ. ജീവിതമാണ് വർഷിപ്പ് അല്ലെ. നമ്മളുടെ ശരീരത്തെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്യൂരിറ്റിയോട് ജീവിക്കും. നമ്മുടെ മനസ്സിനെയും നമ്മളുടെ സകല ഇഷ്ടങ്ങളെയും എല്ലാത്തിനെയും ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് അല്ലെ, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു, യേശുക്രിസ്തുവിന് ഇഷ്ടമുള്ളൊരു തരത്തിലുള്ള ജീവിതം ജയിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവെ, സമയത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ കൈകളിലേക്ക് ഇന്ന് സമർപ്പിക്കുക പിതാവേ. അങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് വായിക്കാൻ പോകുന്ന വചനം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. പിതാവ് അങ്ങേക്കായിട്ടും പുത്രനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ജോണിലേക്ക് പോകാം. ജോണിന്റെ 4-ാമത്തെ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 26 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു സമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിനു കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്നു ക്ഷീണിച്ചിട്ട് ഈ ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിനേരം ആയിരുന്നു. 6-ാം മണി എന്ന് പറയുമ്പോൾ 12 മണി നമ്മുടെ സമയം, ഉച്ചയ്ക്ക്. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിനു യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറു ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവ് യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവൻ ആകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്, അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായി തീരും എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. യേശു അവളോട്, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് നീ പറഞ്ഞു ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവന് ഭർത്താവില്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവരോട്, യജമാനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിൽ ആകുന്നെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഉത്തരം പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലും അല്ല, യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാവുന്നതിന് നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയാത്തതിന് നമസ്കരിക്കുന്നു. ഞങ്ങളോ അറിയുന്നതിന് നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. നമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കെ എന്ന് പിതാവ് ഇച്ഛിക്കുന്നു, ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശീഹ എന്നുവെച്ചാൽ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കാൻ ഞാൻ തന്നെ മശീഹ എന്ന് പറഞ്ഞു.
അപ്പോ സമരിയക്കാരിയായ ഒരു സ്ത്രീയും യേശുവും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്ത്രീ പറഞ്ഞു വരെ സമരിയക്കാരും ജൂതന്മാരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അപ്പൊ സമരിയക്കാരെന്ന് പറയുമ്പോൾ വലിയ ഫോറിൻ കൺട്രിന്ന് വന്നവരാണെന്ന് വിചാരിക്കരുത്. സമരിയ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു അല്ലെ. അപ്പോ സോളമൻ എന്താ പറയാ 1000 സ്ത്രീകളോളം അല്ലെ ഇസ്രായേലിന്റെ പുറത്തുള്ളവരെ കല്യാണം കഴിച്ചിട്ട് അവരുടെ വഴി കൂടെ നടന്നപ്പോൾ ബാലിനെയും അഷറപ്പോൾസിനെയും എല്ലാം വർഷിപ്പ് ചെയ്തുകൊണ്ട് സോളമൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിനെതിരായിട്ട് ജീവിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ കൽപ്പന ഓൾറെഡി ലംഘിച്ചു അല്ലെ. ഇസ്രായേലിൽ നിന്ന് പുറത്തുനിന്ന് ഒരാളെ പോലും കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ സോളമൻ അങ്ങനെയല്ല ചെയ്തത്. അത് കൽപ്പന ലംഘിച്ചുകൊണ്ട് സോളമൻ സ്വന്തമായിട്ട് ചെന്ന് അത് ഇഷ്ടം പോലെ ആൾക്കാരെ കുറച്ചൊന്നും സ്ത്രീകളെ അല്ല കല്യാണം കഴിച്ച 1000-ഓളം സ്ത്രീകൾ അല്ലെ. അപ്പൊ വളരെയധികം സ്ത്രീകളെ കല്യാണം കഴിച്ചു സോളമൻ. അങ്ങനെ ദൈവത്തിന്റെ വഴി നിന്ന് വിട്ടുപോയി. അപ്പൊ എന്ത് പറ്റി വെച്ചാല് തന്റെ പുത്രനായിട്ടുള്ള രെഹബോമിന്റെ സമയമായപ്പോഴേക്കും ദൈവം അത് എന്താ പറയുന്നെ കിങ്ഡത്തിന് അല്ലെ രാജ്യത്തിനെ രണ്ടായിട്ട് മുറിക്കുന്നു. 10 ട്രൈബ് കൂടിയ ഒരു നോർത്തേൺ രാജ്യം അതായത് ഇസ്രയേൽ എന്നുള്ള പേരിലാകുകയും 2 ട്രൈബുകൾ ചേർന്നിട്ട് ജൂഡയും ബെഞ്ചമിനും ചേർന്നിട്ട് സദേൺ കിങ്ഡം ആയിട്ടുള്ള തെക്കു രാജ്യമായിട്ടുള്ള ജൂഡയായി തീരുകയും ചെയ്തിരിക്കുന്നു. അപ്പോ അന്ന് ജൂഡയിൽ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് നല്ല കുറച്ച് രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഹെസക്കിയ പോലുള്ള ഹെസക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചല്ലോ. അവസാനത്തെ 15 വർഷം ഇച്ചിരി പാപങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ ജോസയ്യ ഒക്കെ നല്ല കിങ് ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല രാജാക്കന്മാരൊക്കെ ജൂഡയുടെ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റെണ്ണം പോലും ഉണ്ടായിരുന്നില്ല നല്ലതായിട്ട്. അപ്പൊ ഇസ്രായേലിന്റെ ഫസ്റ്റ് രാജാവായിരുന്ന ജെറബോം, നബാത്തിന്റെ മകനായ ജെറബോം എന്താ പറയുക ഇസ്രായേൽ മക്കളെ ഒരാൾ പോലും ജെറുസലേമിലേക്ക് പോയി ദൈവത്തെ വർഷിപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ കാളകളെ സൃഷ്ടിച്ചിട്ട് സ്വർണം കൊണ്ടൊക്കെ ആയിരിക്കും സൃഷ്ടിച്ചിട്ട് അത് ബത്തേലിലും ഡാനിലും വെക്കുന്നു. ബത്തേൽ എന്നുള്ള സ്ഥലം നമുക്കറിയാം എബ്രഹാം വർഷിപ്പ് ചെയ്താണ് ദൈവത്തെ ഇവിടെ. പിന്നെ ജേക്കബിന് ദൈവവുമായിട്ട് എൻകൗണ്ടർ കിട്ടിയ സ്ഥലമാണ് ബത്തേൽ എന്ന് പറഞ്ഞ ബത്ത് എന്ന് പറഞ്ഞ ഹൗസ്, ഏൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഹൗസ് എന്ന പേര് വരെ ജേക്കബ് ഇട്ട സ്ഥലത്താണ് ഇവിടെ ജെറബോം കൊണ്ടൊരു കാളക്കുട്ടീനെ കൊണ്ട് സ്ഥാപിച്ച് അവിടെ അതിനെ വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം അധപ്പതിച്ചു പോയി. അപ്പൊ ജെറബോം സൺ ഓഫ് നെബാത്ത് അല്ല നെബാത്തിന്റെ മകനായിട്ടുള്ള ജെറബോമിന്റെ ആ പാപങ്ങൾ പിന്നെ ഇസ്രായേൽ വന്ന സകല രാജാക്കന്മാരെ ഫോളോ ചെയ്യുകയും അവസാനം ദൈവത്തിന് മതിയായപ്പോ സഹി കെട്ടപ്പോഴേക്കും അസേറിയൻ കിങ്ങിനെ വിട്ടിട്ട് ഇസ്രായേലിനെ എന്താ പറയുക ഇൻവേഡ് ചെയ്യുകയും അവരെ അസേറിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ ഇസ്രായേലിലേക്ക് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാരെ അദ്ദേഹം നേരത്തെ തോൽപ്പിച്ച രാജ്യത്തു നിന്നുള്ള ആൾക്കാരെല്ലാം കൊണ്ട് പാർപ്പിക്കുന്നു. അപ്പൊ കുറെ ഇസ്രായേലിൽ നിന്നുള്ളവര് പാവപ്പെട്ടവരൊക്കെ അവിടെ തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പാവപ്പെട്ടവരൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വന്നവരൊക്കെ കല്യാണം കഴിച്ചു അവർക്ക് ജനിച്ച മക്കളൊക്കെ ആയി. അങ്ങനെയാണ് പിന്നെ സമേരിയക്കാരുമായിട്ട് ജൂതന്മാർക്ക് ജൂഡയിലുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. പിന്നെ അത് ഇപ്പൊ ഈ എന്താ പറയുക ഈ അസേറിയൻ കിങ് ഒക്കെ വന്ന് ഇൻവേഡ് ചെയ്യുന്നത് 750 അല്ലെ 700-800 ഇടയ്ക്കുള്ള ഒരു BC ബിഫോർ ക്രൈസ്റ്റ് ആ സമയത്താണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ ഒരു 400 അല്ലെ 450 BC ഒക്കെ ടൈം ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഈ സമരിറ്റൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇസ്രായേലിലുള്ള ആൾക്കാർ അവരെന്ത് വെച്ചാൽ ഹാഫ് ജൂതന്മാര് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് മൗണ്ട് ഗെരസീം എന്ന് പറയുന്ന ആ മൗണ്ടിൽ വെച്ച് അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാക്കുന്നു അവർക്ക് വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അതിനെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഹിസ്റ്റോറിയൻസ് ജോസഫസ് പോലുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് ഈ സ്ത്രീ ഇവിടെ പറയുന്നത്. ഈ സ്ത്രീയുടെ ഒരു കാര്യം അവരെ പുറമേ കാണുന്ന നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ പുറമേ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 5 പ്രാവശ്യം കല്യാണം കഴിച്ചപ്പോൾ വേറൊരാളുടെ കൂടെ താമസിക്കുന്നു, മോശപ്പെട്ട രീതിയിലോ ജീവിതം ജീവിക്കുന്നു, സമൂഹത്തെ സംബന്ധിച്ച് മോശപ്പെട്ട രീതിയിൽ ജീവിതം ജീവിക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം നന്മയുള്ള ഒരു സ്ത്രീ, വളരെയധികം സത്യമുള്ള നന്മയല്ല സത്യമുള്ള ഒരു സ്ത്രീ, അവര് തുറന്നു പറയാൻ മടി കാണിക്കാത്ത സ്ത്രീ. അപ്പൊ യേശുക്രിസ്തു ചോദിച്ചപ്പോ നിനക്ക് ഇതിപ്പോൾ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് ഭർത്താവല്ലെന്ന് പറയുമ്പോൾ തുറന്ന് സമ്മതിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീ, കാപട്യമില്ലാത്ത ഒരു സ്ത്രീ അല്ലെ. അപ്പൊ ആ സ്ത്രീയോട് യേശുക്രിസ്തു ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു തിയോളജി യേശുക്രിസ്തു പറയുവാണ് അല്ലെ. തിയോളജി അല്ല ഡോക്ടറിൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ള കാര്യം പറയുവാണ് അല്ലെ. നിക്കോഡമസ് രാത്രി
കയറി വന്നു അല്ലെ. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കാണാവുന്ന കാര്യം നിക്കോഡമസിലേക്ക് പറഞ്ഞു. അപ്പൊ നിക്കോഡമസ് പറഞ്ഞു ഇസ്രായേലിന്റെ ടീച്ചറായിരുന്നു, ഇസ്രായേലിന്റെ അല്ല ജൂഡന്റെ ടീച്ചറായിരുന്നു. അപ്പൊ അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെയാണ് ഈ അന്ന് നിക്കോഡമസിനോട് പറഞ്ഞതിനേക്കാളും വലിയ കാര്യങ്ങളാണ് യേശുക്രിസ്തു ഈ സ്ത്രീയോട് പറഞ്ഞത്. അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം നന്മയുണ്ടായിരുന്ന ഒരു സത്യമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറയുന്നു 10ാമത്തെ വാക്ക് 14ാമത്തെ വാക്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറയുന്നു. ഇവിടെ ഇങ്ങനെ പറയാം, ഈ സ്ത്രീ ഇങ്ങനെ ചോദിക്കാം 20ാമത്തെ വാക്ക് വരെ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ജൂതന്മാർ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ പോലെ മൺകരസീമിലാണ് അവരൊരു ടെമ്പിൾ ഉണ്ടാക്കിയെന്നും അവിടെ വർഷിപ്പ് നടന്നതൊക്കെ പറയുന്ന അത് എവിഡൻസ് ഇല്ല, ബൈബിളിനകത്ത് എവിഡൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു മലയിൽ ഇവര് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. വർഷിപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ അക്ഷരപ്പൂർണ്ണി ആയിരിക്കാം, പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും. നമുക്കറിയാം ബാലിന് കുഞ്ഞുങ്ങളെയൊക്കെ ബലി കൊടുത്തുകൊണ്ടിരുന്നവരാണ് ഇവര് അല്ലെ. അങ്ങനെയുള്ള വർഷിപ്പിനെ പറ്റിയാണോ പറയുന്നത് അറിഞ്ഞു. പക്ഷെ ഈ സ്ത്രീ പറയുക മലയിൽ നമസ്കരിക്കുന്നു അല്ലെ, പിതാക്കന്മാര് ഈ മലയിലാണ് നമസ്കരിച്ചത്. പക്ഷെ ജൂതന്മാര് പറയുന്നത് ജെറുസലേമിലായിരിക്കും എന്ന് വെച്ചാൽ ടെമ്പിളിലായിരിക്കും എന്ന് പറയും. പക്ഷെ യേശു അതിന് പകരമായിട്ട് ഇവരോട് പറഞ്ഞു, യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കും, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല ജെറുസലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിന് നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിന് നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ നിന്നല്ല വരുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നു മരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കാൻ ഞാൻ തന്നെ ചെയ്യുന്നു അവൻ പറഞ്ഞു. അപ്പം യേശുക്രിസ്തു ഇവരോട് ഒരു കാര്യം പറയുവാണ്. അപ്പൊ നമുക്കൊരു ജെറുസലേം ടെമ്പിളിൽ വർഷിപ്പ് നടത്തുന്നതും ബലി കൊടുക്കുന്നതും ആ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എല്ലാം പഴയ കവനന്റെ പാർട്ടായിട്ട് വന്നിരിക്കുന്ന കാര്യമാണ്. പഴയ നിയമം പഴയ കവനന്റെ പാർട്ടായിട്ട് വന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവർ ഈ മലയിൽ നിന്നുകൊണ്ട് വർഷിപ്പ് ചെയ്യുന്നത് ഇപ്പൊ യഹോവയെ തന്നെയാണ് വർഷിപ്പ് ചെയ്തെന്ന് വിചാരിച്ചു. ഈ സ്ത്രീ പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം വർഷിപ്പ് ചെയ്യുന്ന ഈ ഇവിടുത്തെ മലയിലായിരുന്നു പറഞ്ഞു. ഇപ്പൊ യഹോവനെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അറിഞ്ഞില്ല, പക്ഷെ അവിടെയാണെന്ന് വിചാരിച്ചു. പിതാവിനെ വർഷിപ്പ് ചെയ്യുന്ന അത് തന്നെയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാകുമ്പം അപ്പൊ പിതാക്കന്മാർ ഈ മലയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ യഹോവനെ തന്നെയാന്ന് വിചാരിക്കും നമുക്ക്. അപ്പൊ അവര് അവിടെ വർഷിപ്പ് ചെയ്ത് നമസ്കരിച്ചുകൊണ്ടിരുന്നു പറയുന്നു. അപ്പൊ യേശുക്രിസ്തു പറയൂ, ആ ഒരു സമയം, ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഈ കവനന്റ് നിയമം മാറുന്ന സമയമായിരിക്കുവാണ്. എന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു ലൈഫിലേക്ക്, പുതിയ ഒരു കവനന്റിലേക്ക് വരികയാണ് അല്ലെ. ഈ സ്ത്രീയോട് പറയുന്ന കാര്യമാണ്. അന്ന് പരീശന്മാരോട് ശാസ്ത്രിമാരോട് യേശുക്രിസ്തു എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം അവര് അംഗീകരിക്കത്തില്ല അല്ലെ. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളില് നന്മയിൽ അവർ കാഠിന്യമുള്ള ഹൃദയമുള്ളവര്. പക്ഷെ ഈ സ്ത്രീയുടെ ഉള്ളിൽ സത്യമുള്ളതുകൊണ്ട് സ്ത്രീയോട് പറയാ, ഒരു പുതിയ കവനന്റ് വരുന്നതിനെ പറ്റി പറയാ. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം സ്പിരിറ്റ് ആയതുകൊണ്ട് സത്യത്തിലെ ആത്മാവിൽ എന്താ പറയുക, ദൈവത്തെ നമസ്കരിക്കുന്ന വർഷിപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതുവരെ പഴയ കവനന്റെ സമയത്ത് ആത്മാവ് ആക്റ്റീവ് അല്ല ആൾക്കാരുടെ ഉള്ളിൽ. ആത്മാവ് മരിച്ചുപോയ ആത്മാവാണ്. കാര്യം എന്ന് വെച്ചാൽ നീതി വരുന്നത് യേശുക്രിസ്തു വഴി മാത്രമാണ്. റൈച്ചസ്നെസ് ഒരു വ്യക്തിക്ക് വരുന്നത് യേശുക്രിസ്തുവിൽ മാത്രമാണ് അല്ലെ. ന്യായപ്രമാണം പ്രമാണിച്ചതുകൊണ്ട് ഒരു വ്യക്തിക്ക് റൈച്ചസ്നെസ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നില്ല. അവരുടെ ആത്മാവ് ചത്ത ആത്മാവായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവാണ് ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന ഒരു സമയം വരുന്നു അല്ലെ, ഇപ്പൊ വന്നിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, മെസ്സയാണെന്നും ഞാൻ ക്രൂശിതനാകാൻ പോവുകയാണെന്നും എന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ട് നിങ്ങളുടെ മരിച്ചു പോയിരിക്കുന്ന ആത്മാവിന് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, നമ്മളിപ്പോ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 3ാമത്തെ വാക്കും 5ാമത്തെ വാക്കും എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വീണ്ടും ജന്മം പ്രാപിക്കണം അല്ലെ. അപ്പൊ വീണ്ടും ജന്മം പ്രാപിക്കാത്തവർക്ക് ഒരിക്കൽ പോലും ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം വരുന്നത് യേശുവിന്റെ മരണത്തിന് ശേഷമാണ്, ഉയർത്തുന്നതിന് ശേഷം. അപ്പൊ അങ്ങനെ ആ ഒരു പുതിയ ഒരു എന്താ പറയുക, ഒരു എറയിലേക്ക്, പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയൊരു എന്താ പറയുക, ഒരു കവനന്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നു അല്ലെ. അവിടെ ദൈവത്തെ സത്യത്തില് ആത്മാവില്
ആത്മാവില് ആരാധിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ദൈവം ആത്മാവാണ്. അങ്ങനെ സത്യത്തിലും ആത്മാവില് ആരാധിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറയാം. അത് സ്ഥലത്തെ ആശ്രയിച്ചല്ല, സത്യത്തിലും ആത്മാവിൽ ആശ്രയിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് ദൈവം പറയുന്നു. അവിടെ യേശുക്രിസ്തു പറയുന്നു. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, ഈ സ്ത്രീയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നന്മ കാരണം വളരെ ഡീപ്പായിട്ടുള്ള കാര്യം, താൻ ഇനി എന്താ ക്രോസ് ഓഫ് കാൽവറി ചെയ്യാൻ പോകുന്നതിനെ പറ്റി, അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വ്യക്തികൾ അല്ലെ രക്ഷിക്കപ്പെടുന്നതിനെ പറ്റി, പുതിയ വീണ്ടും ജന്മം പ്രാപിക്കുന്നതിനെ പറ്റിയൊക്കെ ഈ സ്ത്രീയോട് യേശുക്രിസ്തു പറയും അല്ലെ. അപ്പൊ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നന്മ കാണുക, അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ സത്യം കാണുന്ന യേശുക്രിസ്തു പറയാൻ പറ്റും. അപ്പൊ ദൈവം നമ്മളോട് പറയുന്ന വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം ആത്മാവെന്ന് അവന് നമസ്കരിക്കുന്നവർ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കണം എന്ന് പറയും. അതാണ് റിക്വയർമെന്റ്. പുതിയ കവനന്റെ റിക്വയർമെന്റ് ഇതാണ്. എന്താന്ന് വെച്ചാൽ ദൈവം ആത്മാവെന്ന് ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ആത്മാവ് എന്ന് ഒരു കാര്യം പറയട്ടെ, നമുക്ക് 3 പാർട്ടാണുള്ളത്. നമ്മുടെ ശരീരത്തിനല്ല, നമ്മൾക്ക് 3 പാർട്ടുള്ളത്. ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള പുതിയ ക്രിയേഷൻ എന്ന് പറയുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്ന സ്ഥലം, ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന ആത്മാവ്, സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റ്. അത് കഴിഞ്ഞ് നമുക്കൊരു സോൾ ഉണ്ട്, നമ്മളൊരു ബോഡിയിലാണ് താമസിക്കുന്നത്. അപ്പൊ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഇല്ല അല്ലെ. ഡയറക്റ്റ് ആയിട്ട് മനുഷ്യന്റെ ജഡത്തിന്റെ സ്വഭാവത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് വരുന്നില്ല. പക്ഷേ നമ്മളുടെ പാപം ചെയ്ത് കൂട്ടിക്കഴിയുമ്പോഴേക്കും ദൈവത്തിൽ നിന്ന് എന്താ പറയുന്നത് അകലത്തിലായിപ്പോ. അങ്ങനെ വരുമ്പോൾ ഭയങ്കര പാപം അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് സ്പിരിറ്റിലേക്ക് വരുന്ന സ്പിരിറ്റ് ഡെഡായിപ്പോ. അതുകൊണ്ടാണ് 1 ജോണിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എന്താ നമ്മള് ദൈവമായിട്ട് നമ്മള് എന്താ പറയുക, ദൈവത്തിന്റെ ലൈറ്റ്, ദൈവമാകുന്ന ലൈറ്റിൽ നമ്മൾ വസിക്കുകയോ ചെയ്യുമെന്ന് പറയുകയും പിന്നെ പാവത്തിലായിരിക്കുകയോ ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാവത്തിലേക്ക് നമ്മുടെ ആത്മാവ് ചത്തുപോകും തന്നെ ചെയ്യും, പഴയ സ്ഥിതിയിലേക്ക് പോകും അല്ലെ. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തി. അപ്പൊ ഒന്നാമത്തെ പറയുമ്പോൾ ആത്മാവെന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്നർമോസ്റ്റ് പാർട്ടാണ്, ഇന്നർമോസ്റ്റ് ബീയിങ് ആണ് അത് നമ്മുടെ അല്ലെ. അപ്പൊ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് നമുക്ക് വരുന്നില്ല. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം കൊണ്ട് നമുക്കൊന്നും തന്നെ അവിടെ എത്താൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ മനസ്സിനെ, നമ്മുടെ സോളിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ സോൾ എന്ന് പറയുന്നതിന്റെ പ്രാണൻ അല്ലെ, സോൾ എന്ന് പറയുന്നതിന്റെ പാർട്ടാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഫ്രീ വില്ല് അല്ലെ. വില്ലെന്ന് പറയാൻ നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, നമ്മുടെ ഡിസയറുകൾ, അങ്ങനെ നമ്മുടെ കോൺഷ്യസ് അല്ലെ, മനസാക്ഷി എന്ന് പറയുന്ന എല്ലാം സോളിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പ്രാണന്റെ പാർട്ടായിട്ട്, പ്രാണൻ എന്നാ പറയുന്നത് തോന്നുന്നു അല്ലെ, ആത്മാവും പ്രാണനും. അപ്പൊ സോളിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മളിപ്പം നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ എന്താണ് ടി വിയിൽ കാണുന്നത്, എന്താണ് സോഷ്യൽ മീഡിയ കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം എല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അസൂയയും കുന്നായ്മയും കുറ്റവും എല്ലാം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മുടെ സോൾ കൊണ്ട് നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വർഷിപ്പ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള വർഷിപ്പ് നടത്തുന്നത്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള വർഷിപ്പ് നമ്മൾ നടത്തുന്നത് അല്ലെ. അപ്പൊ പക്ഷേ നമ്മുടെ ആത്മാവ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ ഇൻഫ്ലുവൻസ് ഇല്ല, നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കത്തില്ല ഡയറക്റ്റ് ആയിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവം, നമ്മുടെ കാർണൽ നേച്ചർ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിനൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ല അല്ലെ. അപ്പൊ നമ്മള് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അത് പ്യൂർ ആയിട്ടുള്ള ആരാധനയാണ്, അത് പ്യൂർ ആയിട്ടുള്ള ആരാധനയാണ്. പിന്നെ ദൈവം പറഞ്ഞിരിക്കും സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ക്രോസ് ഓഫ് കാൽവറിയിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നുള്ളത് തന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കുക. അതാണ് സത്യം. നമ്മൾ എന്ത് കാണുന്നതല്ല സത്യം അല്ലെ. നമ്മള് ആത്മാവാണെന്നും നമുക്കൊരു നമ്മള് സ്പിരിറ്റ് ബീയിങ്സ് ആണെന്നും നമുക്കൊരു സോൾ ഉണ്ടെന്നും നമ്മളൊരു ബോഡിയിൽ ജീവിക്കുന്നു മനസ്സിലായി, നമ്മൾ പുതിയ ക്രിയേഷൻ ആണെന്നും പഴയതെല്ലാം പോയെന്നും മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ പോലെ ആയി തീരേണ്ട വ്യക്തികളാണെന്നും അതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ഹിതം എന്നും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഒരു ജീവിതം നയിച്ചുകൊണ്ട്, പുതിയ എന്താ പറയുക ന്യൂ ക്രിയേഷന്റെ ജീവൻ നയിച്ചുകൊണ്ട് അല്ലെ സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തികൾ. അത് ആദ്യമായിട്ട് അറിയുക, പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ സത്യമുള്ള വ്യക്തികളായിരിക്കുക അല്ലെ. ഇപ്പൊ 24ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ആർക്കാണ് ദൈവത്തിന്റെ ഹില്ലിലേക്ക് കയറി പോകാൻ സാധിക്കുന്നത്, ആർക്കാണ് ദൈവത്തിന്റെ അടുത്ത പ്രസൻസിൽ നിൽക്കാൻ പറ്റുന്നത്, ഹൃദയം എന്താ പറയണ പ്യുവറായിട്ടുള്ള ആള് അല്ലെ, പിന്നെ എന്താ പറയുക കൈകൾക്ക് കളങ്കമേക്കാത്ത
കളഞ്ഞേക്കാത്ത വ്യക്തി പിന്നെ തൻ്റെ ആത്മാവിനെ അല്ലെ സോളിനെ എന്താ പറയുക ഐഡൽസിന് മുമ്പിൽ സമർപ്പിക്കാത്ത വ്യക്തികൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ദൈവം പറയുന്നത് സത്യം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, സത്യം ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക, സത്യം പ്രാക്ടീസ് ചെയ്യുന്നവർ ആയിരിക്കുക, ഡിസീറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ. കള്ളത്തരവും കാപട്യവും കുശുമ്പും കുന്നായ്മയും അങ്ങനെയൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും. അപ്പൊ സത്യത്തിൽ നിന്ന് ആരാധിക്കുന്നവരായിരിക്കും അല്ലെ. ദൈവത്തിന്റെ കൈകളിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ആരാധന എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുമ്പോൾ വെറുതെ വാഗൊണ്ട് നാലഞ്ച് പാട്ട് പാടുന്നതല്ല വർഷിപ്പ് അല്ലെ. വർഷിപ്പ് ജീവിതമാണ്. 12ാമത്തെ ചാപ്റ്റർ റോമർക്ക് ലേഖനത്തിന്റെ 12ാമത്തെ ചാപ്റ്റർ 1, 2 ഒക്കെ വാക്ക് വായിക്കുമ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? നമ്മുടെ ശരീരത്തെ ലിവിങ് സാക്രിഫൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് ആരാധന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് ജീവിതമാണ്, വെറുതെ പാട്ടല്ല, ഇത് ജീവിതമാണ്. നമ്മള് ചർച്ചിൽ പാടുന്ന 4 വർഷിപ്പ് സോങ് അല്ല ആരാധന എന്ന് പറഞ്ഞ, ആരാധന ജീവിതമാണ് അല്ലെ. ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ സത്യത്തിലും എന്താ പറയാ ദൈവത്തിന്റെ വഴിയിലും ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അല്ലെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെ, സ്പിരിറ്റ് കൊണ്ട് ആരാധിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് എന്താ പറയാ ടങ് അല്ലെ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ അന്യഭാഷയിൽ നമുക്ക് സംസാരിക്കാം. അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെ ദൈവത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം, ദൈവത്തിൽ ബേസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ജീവിതം, അതിനെപ്പറ്റിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പറ്റി അന്യഭാഷയിൽ കടപടന്ന് സംസാരിക്കുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, കുശുമ്പും കുന്നായ്മയും കൊണ്ട്. അന്ന് അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള അന്യഭാഷ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ എന്താ പറയാ മോശപ്പെട്ട സകല കാര്യം കയ്യിലിരിക്കുന്ന ആൾക്കാർ കൂടി ചർച്ചയുടെ അകത്ത്. അന്യഭാഷ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ പ്യൂർ ആയിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പറയുന്നത് എന്താ വെച്ചാല് എന്താ പറയുക സത്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തികൾ, എന്താ പറയുക ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന വ്യക്തികളായിരിക്കണം. അത് അങ്ങനെയുള്ളവരെ സത്യമായിട്ട് വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെ ദൈവം നോക്കുന്നു, സീക്ക് ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം. ഈ സ്ത്രീയോട് യേശുക്രിസ്തു ഇത്രയും ഡീപ്പായിട്ടുള്ള തിയോളജി അല്ല, ഡോക്ടറിൻ അല്ലെങ്കിൽ ദൈവത്തിന് സത്യം അല്ലെ മർമ്മം പറയാൻ സാധിച്ചെങ്കിൽ അത് സാധിച്ചെങ്ങനെ വെച്ചാൽ ആ സ്ത്രീക്കുള്ളിൽ നന്മയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അല്ലെ. പരീശന്മാർക്ക് സാദുസികളോടൊന്നും പരീശന്മാർക്ക് സാദുസികൾക്കൊന്നും ഇതൊന്നും കേൾക്കാൻ സമയമേ ഉണ്ടായിരുന്നില്ല. അവരെ ഉള്ളിന്റെ ഉള്ളിൽ നന്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത വ്യക്തികളായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെയല്ല, ഈ സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല. ഈ സ്ത്രീന്റെ ഉള്ളിൽ സത്യവും നന്മയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു അവളോട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ സത്യം നന്മയുള്ള വ്യക്തികളെ ദൈവം നോക്കുന്നത് അല്ലെ. സത്യത്തിലും നന്മയിലും ഉറച്ചു നിന്നുകൊണ്ട് യേശുവിന്റെ വഴി കൂടെ നടന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ, അവരെ വായി നിന്ന് വരുന്ന ആരാധന, അവരുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറുമ്പോൾ അതിനെയാണ് ദൈവം തിരക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്ന സകല നന്മയ്ക്കായിട്ടും കർത്താവെ സ്നേഹത്തിനായിട്ടും ബ്ലെസ്സിങ്സിനായിട്ടും നന്ദി പറയുന്നു. കർത്താവ് സത്യത്തിലും ആത്മാവിലും ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ട്രൂ വർഷിപ്പേഴ്സ് ആയിട്ട് കർത്താവ് യഥാർത്ഥത്തിലുള്ള വർഷിപ്പേഴ്സ് ആയി തീരണേ ഞങ്ങളെ ആക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് കേട്ട നന്ദി. എഴുത്താമത്തെ മാത്രം.